നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ, കമലാക്ഷി അല്ലേ? അതെ. ഞാൻ തിരുവല്ലാമലയിൽ നിന്ന് വിളിക്കുക. എന്താ? നിങ്ങളുടെ മകൻ സുനീഷ് കുമാർ ജീവിച്ചിരിപ്പുണ്ട്. എന്താ പറഞ്ഞേ? സുനീഷ് ജീവനോടെ ഉണ്ടെന്ന്. അയ്യോ അയ്യോ ദേവി. ഇവിടെ തിരുവല്ലാമലയിലെ അദ്വൈതാശ്രമത്തിൽ അയാൾ സുരക്ഷിതനാണ്. വന്നാൽ നിങ്ങൾക്ക് നേരിൽ കാണാം. ഞാൻ വരാം. നിങ്ങളാരാ? ഞാൻ നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷി. ഹലോ. ദേവി, അമ്മേ. പറ. മേഡം എന്നോട് പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ആ നമ്പറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ആരാ? ഞാൻ ആലപ്പുഴയിൽ വരിക. എനിക്കിവിടെയുള്ള സുനീഷ് കുമാറിനെ ഒന്ന് കാണണം. സുനീഷിന്റെ അമ്മയാ. വരൂ. ദേ, ആ നിൽക്കുന്നതല്ലേ നിങ്ങളുടെ മകൻ സുനീഷ് കുമാർ? അതെ സ്വാമി. ചെന്നോളൂ. അയ്യോ മോനെ, മോനെ സുനീഷേ, മോനെ. 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 അമ്മ എവിടെയായിരുന്നുടാ? നീ എവിടെ പോയി കിടക്കായിരുന്നുടാ? എവിടെ പോയി കിടക്കായിരുന്നുടാ? ഇതെന്താ? എന്താ ഇത്? എന്റെ പൊന്നു മോനെ, എന്റെ മോനെ, എന്റെ പൊന്നു മോനെ. അമ്മ എന്താ ഈ വേഷത്തില്? അമ്മ ഒരുപാട് വേഷങ്ങൾ കെട്ടിത്തുടങ്ങി മോനെ. ജീവിക്കണ്ടേടാ, പിടിച്ചു നിക്കണ്ടേ? വാ, എല്ലാം വിശദമായിട്ട് പറയാം. വാ. എങ്ങോട്ട്? നമ്മുടെ പുതിയ വീട്ടിലേക്ക്. ഞാൻ എങ്ങോട്ടുമില്ല. എല്ലാം ഉപേക്ഷിച്ച് പോന്നവനാ ഞാൻ. ഇനി എനിക്കൊരു മടങ്ങി വരവില്ല. നീ എന്തോന്നാ ചെക്കായി പറയുന്നത്? നിനക്ക് വേണ്ടിയല്ലേടാ മോനെ ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയല്ലേടാ പൊന്നു മോനെ. ആ ലവലാതി പെണ്ണ് കളഞ്ഞിട്ട് പോയോണ്ടാണോടാ നീ ജീവിതം വേണ്ടാന്ന് വെക്കുന്നത്? അവള് പോയതേ നിന്റെ ഭാഗ്യാന്ന് വിചാരിച്ചാ മതി. ഇന്നല്ലെങ്കിൽ നാളെ
അവള് പോവേണ്ടതാടാ. ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവള് നിന്നെ ചതിക്കുമായിരുന്നു. പക്ഷെ പെറ്റമ്മ നിന്നെ ഒരിക്കലും ചതിക്കില്ലടാ മോനെ. എനിക്ക് ചതിക്കാൻ പറ്റത്തില്ല. നീയും ഞാനും ഒന്നല്ലേടാ. നീ ഇല്ലെങ്കിൽ പിന്നെ അമ്മയുണ്ടോടാ? കഴിഞ്ഞതൊക്കെ നീ മറക്കണം. എന്നിട്ട് അമ്മയുടെ കൂടെ വാ. നിനക്ക് ഇനി ഉണ്ടടാ ഒരു ജീവിതം. അത് അന്തസ്സോടെ ജീവിച്ച് കാണിക്കണം. നിന്നെ ചതിച്ചവരുടെയും തള്ളി പറഞ്ഞവരുടെയും മുമ്പിൽ നീ ജീവിച്ച് കാണിക്കണം. എനിക്കൊന്നിനും വയ്യ അമ്മേ. എനിക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കണ്ട. ഇങ്ങനെ ആരും അറിയാതെ ഇവിടെ അങ്ങ് ജീവിച്ചാ മതി. എടാ, നീ എന്തിനാണ് ഇങ്ങനെ ഭീരുക്കളെ പോലെ ഇവിടെ നിൽക്കുന്നത്? നീ അതിനെന്ത് തെറ്റാ ചെയ്തേ? തെറ്റ് ചെയ്തവരൊക്കെ പുറത്ത് തല ഉയർത്തി പിടിച്ചു നടക്കുമ്പോ നീ മാത്രം എന്താടാ മോനെ ഇങ്ങനെ? ഇല്ല, അമ്മ അതിന് സമ്മതിക്കില്ല. ദയവേത് അമ്മ എന്നെ നിർബന്ധിക്കരുത്. എന്റെ തീരുമാനം അത് ഉറച്ചതാ. ഞാനിപ്പോ അനുഭവിക്കുന്ന സുഖവും സമാധാനവും എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. സ്വന്തം പെറ്റമ്മയെ ഒരു ജന്മം മുഴുവൻ കരയാൻ വിട്ടിട്ട് നിനക്ക് എന്തു സുഖവും സമാധാനമാടാ? നിനക്കറിയാവോടാ മോനെ, ഞാനൊന്ന് സ്വസ്ഥായിട്ട് ഉറങ്ങിയിട്ട് നാളെ എത്രയായിന്ന്. നിന്നെ കാണാതെ ഭ്രാന്ത് പിടിച്ചോടുമായിരുന്നു ഞാൻ. നീ ചത്തെന്നറിഞ്ഞപ്പോ. ഞാൻ ചത്തുന്നോ? അതേടാ, നിന്നെ കൊന്ന കേസിൽ ചെട്ടിയാരി പകത്താ. ഞാൻ കേസ് കൊടുത്ത് അയാളെ അങ്ങ് അകത്താക്കി. അമ്മ എന്തൊക്കെയാ പറയണേ? പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? ലോകം മുഴുവൻ പറയുന്നു ചെട്ടിയാര് നിന്നെ കൊന്നൂന്ന്. ഞാൻ മാത്രം പിന്നെ എന്തിനാ വിശ്വസിക്കാതിരിക്കുന്നത്? ഞാൻ മരിച്ചിട്ടില്ലെന്ന് അമ്മയ്ക്കിപ്പോ ബോധ്യപ്പെട്ടില്ലേ? അതുപോരല്ലോ, ലോകത്തിനും കൂടെ തോന്നണ്ടേ? ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ കൊലക്കേസില് ചെട്ടിയാര് നിരപരാധിയല്ലേ? അറിഞ്ഞു വെച്ചോണ്ട് അങ്ങനെ ഒരാളെ ചതിക്കാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ ചെയ്താ നമ്മളും അവരും തമ്മില് എന്താടാ വ്യത്യാസം? അമ്മ പറയുന്നത് മോനെ അനുസരിക്കണം. നീ എന്റെ കൂടെ വരണം. നീ മരിച്ചിട്ടില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിവിടെ വിട്ട് പോകാൻ പറ്റില്ല. ഇതിന്റെ പേരിൽ ആര് ശിക്ഷിക്കപ്പെട്ടാലും എനിക്കൊന്നുമില്ല. എനിക്കിനിയെങ്കിലും ഞാനായിട്ടൊന്ന് ജീവിക്കണം. ഇതാണോടാ ജീവിതം? ഇതൊരു ജീവിതമാണ്. എന്താ ഇവിടെയുമില്ലേ ഒരു ജീവിതം? സംശയം എന്താ? ഇതും ഒരു ജീവിതമാണ്. ഇവിടെയുമുണ്ട് ജീവിതം. പക്ഷേ അത് പൂർണ്ണമായും ശാന്തമായ മനസ്സോടുകൂടി ആവണമെന്ന് മാത്രം. എന്റെ മനസ്സ് ശാന്തമാണ് സ്വാമി. നീ കാരണം പുറത്തൊരു നിരപരാധി പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ എങ്ങനെയാ കുഞ്ഞെ നിന്റെ മനസ്സ് ശാന്തമാകുന്നത്? ഒരിക്കലും നിനക്ക് ശാന്തനാകാൻ കഴിയില്ല. അമ്മ പറഞ്ഞതാ ശരി. കർമ്മബന്ധങ്ങളുടെ കെട്ടുകൾ നിന്നെ വരിഞ്ഞു മുറുക്കുമ്പോൾ നിനക്കൊരിക്കലും ഒരു സന്യാസിയാവാൻ കഴിയില്ല. അവിടെയും ഇവിടെ ഇല്ലാതെ എന്തിനാ കുഞ്ഞെ തൃശങ്കുവിൽ നിന്നൊരു ജന്മം പാഴാക്കി കളയുന്നത്? നീ പോണം, പോയി കരയുന്നവന്റെ കണ്ണീരൊപ്പണം. അതും ഒരു സന്യാസമാണ്. ഈശ്വരനെ കണ്ടറിഞ്ഞ് നമ്മൾ ആചരിക്കുന്ന സന്യാസം.